ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വിശേഷം. അപ്പം നമ്മൾ ഇത്രയും നാൾ എന്താണത് പറയാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ എന്താ എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. പിന്നെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ പറയും തമ്പനയിലുള്ള വിശേഷം പറയും. അത് നീ തന്നെ പറ, നിനക്ക് വിശേഷം പറഞ്ഞു. അപ്പൊ നമ്മൾ തമ്പനയിൽ കണ്ട പോലത്തെ ഒരു എന്താ പറയാ ഒരു വിശേഷം. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോന്നെ. ബാക്കി പറയ്, എന്റെ കൂടെ വന്ന് നിക്കാണ്ട് കൊണ്ട് പറയ്. നീ പറ, ഞാൻ കൂടെ നിൽക്കാൻ പോവാ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഫാമിലി, ഒരു ബിഗ് ഫാമിലി ആവാൻ പോവാണ്. ഒരാളും കൂടി വരാൻ പോവാണ്. അപ്പം നമ്മൾ ഒരുപാട് 4 വർഷമായി മാരേജ് കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഇത്രയും നാൾ എന്താ പറയാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം ഓരോരുത്തരെ വിളിച്ച് പറയും, അപ്പൊ തന്നെ അത് പോവും. അപ്പൊ അവർക്ക് തന്നെ തോന്നി ഇവന്ന് ഉറപ്പിച്ചിട്ട് പറയട്ടെ എന്ന് വിചാരിച്ച്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഡിലേ ആയേ. അങ്ങനെ നമ്മള് അത് തന്നെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു IUI ചെയ്തു, ഫെയിലായി. പിന്നെ അപ്പൊ തന്നെ അവർ അതിന്റെ റീസണോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല. വീണ്ടും ചെന്നപ്പോ അവര് പറഞ്ഞ ഡബിൾ IUI ചെയ്യാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫസ്റ്റ് എന്തുകൊണ്ട് ഫെയിൽ ആയിന്നോ അല്ലെങ്കിൽ എന്തോ ആണോ കൗണ്ട് നോക്കും അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. എന്നിട്ട് സെക്കൻഡ് IUI ചെയ്തു, അതും ഫെയിലായി. കുറെ മെഡിസിനും കുറെ പൈസ ആവുക എന്നല്ലാണ്ട് വേറെ യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ പോയിട്ട് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് നിർത്തി. അപ്പൊ എല്ലാരും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചൂടെ, അങ്ങനല്ലേ ഇങ്ങനല്ലേ മറ്റേതല്ലേ എന്ന് ചോദിച്ച് ഒരുപാട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നമ്മൾക്ക് അറിയാവുന്നവരും അയൽവക്കക്കാരും കുറെ ഹോസ്പിറ്റലുകൾ സജക്ട് ചെയ്ത് പറയാൻ തുടങ്ങി. മൂവാറ്റുപുഴയിൽ പോണം, അവിടെ പോണം, ഇവിടെ പോണം, ഒരുപാട് പറയാൻ തുടങ്ങി. അപ്പൊ നമ്മളിങ്ങനെ ആകെ മൊത്തം മെന്റലി ഇങ്ങനെ എന്താന്ന് പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നമുക്കൊരു ട്രിപ്പ് പോകാന്നും പറഞ്ഞ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ യാത്ര പോയി അല്ലേ, ജനുവരി 3-ാം തീയതി. ആ ഒരു വീഡിയോ ഇതിനകത്തുണ്ട്. നമ്മള് പട്ടവട മൂന്നാറൊക്കെ പോയി. അതൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് നമ്മൾ കാർഡ് നോക്കണേ. ഞാൻ 4 കാർഡ് നോക്കി. ഒരു കാർഡ് നോക്കിയപ്പോ ഇപ്പം പറഞ്ഞു യൂറിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. അത് വീണ്ടും നോക്കി അങ്ങനെ 4 എണ്ണം നോക്കി, 4ലും പോസിറ്റീവ്. പക്ഷെ നമുക്കിങ്ങനെ പോസിറ്റീവ് ആവും, പിന്നെ BTHCക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് ആവും. അതാണ് നമുക്ക് റെഗുലറി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇതായില്ല. എന്നിട്ട് ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, എടി ഇത് പോസിറ്റീവാ, നീ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വിശ്വാസം പോരാ. എന്നിട്ട് ഇവിടെ അല്ല ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതുള്ളത് കൊണ്ട് ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ മാറ്റി, അതായത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഡോക്ടറെ വീട്ടിൽ കാണാൻ തുടങ്ങി. അപ്പൊ ആള് പറഞ്ഞു ഇന്ന് സ്കാൻ ചെയ്യാന്ന്, അതായത് ആറ്റുകാല് പൊങ്കാലയുടെ മാർച്ചിലല്ലേ. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയപ്പം ശാസ്തമംഗലത്ത് വെച്ച് ഒരു പെണ്ണുമ്പിള്ള വന്ന ഒരൊറ്റയിടി വണ്ടിയുമേ. നല്ല ഐശ്വര്യമായിരുന്നു. അവിടുന്ന് പിന്നെ പോലീസുകാർ ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങള് സ്കാൻ ചെയ്യാൻ പോയപ്പം അവിടെ വെച്ച് നമുക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതായത് സാക്ക് മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതായത് 6 വീക്സും 5 ഡേയ്സും അങ്ങനെ എന്തോ ആയിരുന്നു. അതുകഴിഞ്ഞിട്ട് അവർ പറയും വീണ്ടും 10 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാം. അപ്പൊ വീണ്ടും ടെൻഷനായി, ഇതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂര് പോയി, അവിടെ പോയി സ്കാൻ ചെയ്തപ്പം നമ്മള് ഹാർട്ട് ബീറ്റ് കിട്ടും അല്ലേ, ഇവനെ കേൾപ്പിച്ചു കൊടുത്തു. നല്ല ബിംബിന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ചോദിക്കും കൊച്ചുണ്ടോ. ഇപ്പൊ ലാസ്റ്റ് സ്കാനിങ്ങിൽ വരെ ഞാൻ ചോദിച്ചു സത്യമാണോ എന്ന്. അങ്ങനെ എന്താ ഇപ്പൊ നമ്മൾ അതിനുശേഷമാണ് വീണ്ടും ഒരു വയറുവേദനയൊക്കെ വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ 10 ആഴ്ച ആവാത്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ എന്തോ അതങ്ങ് മാറി. അപ്പൊ അത് സ്റ്റോണാന്ന് പറഞ്ഞു. പെട്ടെന്ന് എവിടുന്ന ഒരു സ്റ്റോൺ വന്നേന്ന് അറിയില്ല. അത് ട്യൂബിലായിരുന്നു. അതുപോലെ കിഡ്നിയിൽ നീർക്കെട്ടും ഒരു വീക്കം ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമ്മള് സെക്കൻഡിലോട്ട് എത്തിയല്ലേ. 14 ആഴ്ച കഴിഞ്ഞു. 14, അതായത് 4-ാം മാസമായി. 2 മാസത്തോടെ കഴിഞ്ഞാൽ 5 മാസം തുടങ്ങും. അങ്ങനെ ഈ ഒരു വിശേഷം പറയാനാണ് വന്നത്. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് ഇത് വെച്ച് കണ്ടന്റ് ആക്കാന്നല്ലേ, ഇത് വെച്ച് നമുക്ക് ഒരുപാട് കണ്ടന്റുകളാക്കാന്ന്. ഇനി നമുക്ക് 7-ാം മാസം ഉണ്ടാവും. പിന്നെന്താ, എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ.
പിന്നെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ ഇപ്പം കാണിക്കുന്നത് കൊട്ടാരക്കരയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങള് യാത്ര ചെയ്തോ, ഫ്രീ ആയിട്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ പറയണ്ട, അനീമിക്കാണ്, പിന്നെ എന്താ അതൊക്കെ സ്വാഭാവികം എല്ലാവർക്കും ഉള്ള. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞു. പിന്നെന്താ BP ഭയങ്കരമായിട്ട് കൂടി, ടെൻഷൻ കുറയ്ക്കണം. നിന്റെ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെ. അത് മാറ്റാൻ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് നമുക്ക് ഒന്നുകൂടി 27-ാം തീയതി 24-ാം തീയതി എന്തോ പോണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. മുന്നോട്ടല്ലേ ബൈ ബൈ.